ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇത് 2 മീറ്റർ നെറ്റ് ഫോൾഡ് ചെയ്തിട്ടതാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിട്ട് കരഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ 12 ഇഞ്ചാണ് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത്. അത് നമ്മൾ കറക്റ്റ് 12 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ 12 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. കണ്ടില്ല, നല്ല നമ്മൾ 12 ഇഞ്ചിൻ്റെ 3 പീസാണ് 2 മീറ്ററിലിട്ടത്. അപ്പോൾ ടോട്ടലി 6 മീറ്റർ വരുന്നുണ്ട് കേട്ടോ. 12 ഇഞ്ചിൻ്റെ ഒരു പീസസും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഇപ്പം ഈ ഒരു മെറ്റീരിയലിൽ കറക്റ്റ് നമ്മൾക്ക് വരിക 44 ഇഞ്ച് വെടുത്തവരായാൽ കരഭാഗം അടക്കം 45 വരുന്നുണ്ടാവും. അത് നമ്മൾ 2 കരഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുകയാണല്ലോ. അപ്പോൾ ടോട്ടലി അതിന് ഫുൾ ലെങ്ത്ത് വരുന്നത് 44 ഇഞ്ചാണ് ഒരു നെറ്റിൻ്റെ കറക്റ്റ് ലെങ്ത്ത് കിട്ടുക. അപ്പോൾ അതിന് നമുക്ക് എത്ര പീസസ് കിട്ടും എന്നാണ് ആദ്യം നോക്കേണ്ടത്. ഒരു സ്കേർട്ടാണെങ്കിലും ഇനിയിപ്പോൾ ഫ്രോക്ക് ആണെങ്കിലും ചെയ്യുമ്പോൾ താഴോട്ടേക്ക് എത്ര വരണം എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് എത്ര പീസ് കിട്ടും നോക്കുക. അതിനനുസരിച്ചാണ് നമ്മൾ പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ 24-ൽ ഒരു പീസും കൂടെ, പിന്നെ അതുപോലെ 36-ലൊരു പീസും കൂടെ കട്ട് ചെയ്തു. അപ്പോൾ 6 മീറ്റർ ടോട്ടലി നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ 4 മീറ്ററൊക്കെയാണ് മെറ്റീരിയൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു പീസ് മതി. കറക്റ്റ് ഇപ്പോൾ ഒരു 2-2.5 വയസ്സിനുള്ള ഒരു സ്കേർട്ടിൻ്റെ ലെങ്ത്താണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ ടോട്ടലി 3 മീറ്ററാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെയർ 2 പീസസ് കട്ട് ചെയ്യുക. അപ്പോൾ ടോട്ടലി 6 മീറ്ററായി. പിന്നെ 1 മീറ്റർ ഒരു പീസും കൂടെ കട്ട് ചെയ്താൽ തന്നെ 9 മീറ്റർ ഫ്ലെയർ കിട്ടും. ഫസ്റ്റ് ഈ 2 പീസ് നമ്മൾ ഫസ്റ്റ് ലെയർ കൊടുക്കാനും ഈ ഒരു പീസ് നമ്മൾ സെക്കൻഡ് ലെയർ കൊടുക്കാനുമാണ് എടുക്കുക. പിന്നെ ഇത് നമുക്ക് ബെൽറ്റിനും എടുക്കാമല്ലോ. അപ്പോൾ ഇതന്നെ മതിയാവും. അപ്പോൾ ഇത് ഞാൻ 2 മീറ്ററിൻ്റെ ഒരു പീസാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലാണ് നമ്മൾ 2 പീസ് ഫസ്റ്റ് കട്ട് ചെയ്തു. ഈ ഒരു 3 പീസ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. ഇനി ഞാൻ ഒരു 1.5 മീറ്ററിൻ്റെ പീസും കൂടെ വെച്ചിട്ടാണ് ഉള്ളിലോട്ടുള്ള പീസ് 2 പീസിനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലി അത് 3ഉം ഇത് 6ഉം 9 മീറ്റർ. അപ്പോഴും ഫ്ലെയർ ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കണം. മുന്നേ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞ എല്ലാവരും കമൻറ്റിൽ ചോദിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഫാബ്രിക് കണക്കാക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനൊരു 1 വയസ്സിൻ്റെ ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇട്ടാൽ ആളുകൾ പിന്നെ ചോദിക്കുക 2 വയസ്സിൻ്റെ എത്ര, 3 വയസ്സിൻ്റെ എത്ര എന്നാണ്. അപ്പോൾ 1 വയസ്സിന് ഇപ്പോൾ നമ്മൾ 16 സൈസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്കേർട്ട് പോർഷൻ എത്രയാണോ വരുന്നത് അത് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് ഇതിമൻ തന്നെ ഈ ഒരു 3 മീറ്റർ തന്നെ കറക്റ്റായിട്ട് നമുക്ക് 2 ലെയർ കൊടുക്കാനുള്ള പീസും കിട്ടും. ഫസ്റ്റ് ലെയർ 2 പീസസും സെക്കൻഡ് ലെയർ 2 പീസസും. അപ്പോൾ നമുക്ക് 16 വരികയാണെങ്കിൽ 7 ഇഞ്ച് കഴിഞ്ഞാൽ ബാക്കി വരിക 17 സൈസിലാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 10 ഇഞ്ച് 10.5 ഇഞ്ചാണ് വരിക. അപ്പോൾ ആ 10.5 ഇഞ്ച് കട്ട് ചെയ്യുമ്പോൾ 4 പീസ് നമുക്ക് ഈ ഒരൊറ്റ പീസുമ്പോൾ തന്നെ കിട്ടും. 2.5 മീറ്റർ എടുത്താൽ മതി കറക്റ്റായിട്ട് മെറ്റീരിയൽ. എന്നാൽ ഫസ്റ്റ് ലെയർ ഒരു 5 മീറ്ററും സെക്കൻഡ് ലെയർ ഒരു 5 മീറ്ററും കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പഫി ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഒരു 20 സൈസിലാണ് ഫ്രോക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു 3 മീറ്ററിൽ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഒരു 4 മീറ്റർ, ഒരു 3.5 മീറ്ററോ 3 മീറ്ററിന് കൊടുത്താൽ മതിയോ, 4 മീറ്റർ വേണ്ടി വരില്ല. അപ്പോൾ 20 സൈസിലാണെങ്കിൽ 8 ഇഞ്ചാണ് നമ്മൾ യോക്ക് എടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് 12 ഇഞ്ചാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതിന്മേൽ നമുക്ക് 3 പീസല്ലേ കിട്ടുള്ളൂ. അപ്പോൾ 3 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഫസ്റ്റ് 2 ലെയറും 6 മീറ്റർ കിട്ടും. ഇതേപോലെ തന്നെ ഈ ഒരു സ്കേർട്ടിൻ്റെ സെയിം മെത്തേഡ് തന്നെ കേട്ടോ. അപ്പോൾ 22 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 8 ഇഞ്ച് തന്നെ യോക്ക് വരിക, 14 വരും സ്കേർട്ട് പോർഷൻ വരിക. സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്ത് മാത്രം 14 വരും. അപ്പോൾ നമ്മൾ 14.5 കട്ട് ചെയ്യുക. അപ്പോൾ 14.5 നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതാ ഒരു 14.5 കഴിഞ്ഞു, 2 14.5 കഴിഞ്ഞു. ഇത് 2 പീസ് കിട്ടും. പിന്നെ ചിലതുമ്പോൾ അധികം ഒരു 14.5 കൂടെ എന്തായാലും കിട്ടും. കണ്ടില്ല, 3 പീസ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ 3 മീറ്റർ ആണെങ്കിൽ നമുക്ക് ഒരു 20 സൈസിന് നമുക്ക് ഏകദേശം 3 മീറ്റർ കൊണ്ട് അത്യാവശ്യം ഫ്ലെയറിൽ ഫ്രോക്ക് അടിക്കാൻ പറ്റും. പിന്നെ 24 ആണെങ്കിൽ എന്തായാലും 3 മീറ്റർ തികയില്ല. അപ്പോൾ 4 മീറ്ററിലാണ് വരിക. അപ്പോൾ 4 മീറ്റർ എടുക്കുമ്പോൾ നമ്മൾ
24 ആണെങ്കിൽ 9 ഇഞ്ച് യോക്ക് പോയാൽ 15 ഇഞ്ചാണ് സ്കേർട്ട് ലെങ്ത്ത് കിട്ടുക. ആ സ്കേർട്ട് ലെങ്ത്തിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ കൂടി 15.5 ഇഞ്ച്. അപ്പോൾ 15.5 ഇഞ്ചിൽ നമ്മൾ ഒരു പീസസ് അളവെടുത്തിട്ട് ഒരു പീസസും കൂടി അളവെടുത്തു. കണ്ടില്ലേ? അപ്പോൾ ഇത് രണ്ടും കിട്ടും 4 മീറ്ററിൽ. ഒരു 4 മീറ്റർ ഫസ്റ്റ് കിട്ടും, ഒരു 4 മീറ്റർ സെക്കൻഡ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ലെയർ ഒരു 4 കൊടുത്താൽ നമുക്ക് സെക്കൻഡ് ലെയർ 4 കൊടുക്കുക. ബാക്കി ഈ പീസസ് ഉണ്ടാവുമല്ലോ, ഈ പീസസ് നമ്മൾ 15, 15, 31 കിട്ടും. 31 കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പീസസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഈ ഒരു പീസസ് ഉണ്ടല്ലോ ബാക്കി തന്നെ. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും 15.5 കിട്ടൂല. അപ്പോൾ നമ്മൾ ഇതിന് ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് ഈ പീസാണ് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ഈ ഒരു പീസസ് ഉണ്ടല്ലോ, ഈ ഒരു പീസസിനെ നമ്മൾ തിരിച്ച് പിടിച്ചിട്ട് ഇതാ വിലങ്ങി ഇങ്ങനെ പിടിച്ചിട്ട് ഈ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അളക്കാം. നമുക്ക് 15.5 എത്രയാണ്, അതിൽ എത്ര പീസ് ഇതിനെ കിട്ടും നോക്കിയിട്ട് ഉള്ളിലെ പീസിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്കൊന്നും കൂടെ ഫ്ലെയർ കൂട്ടിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ യോജിപ്പിച്ചിട്ടും പറ്റും. ഇത് എക്സ്ട്രാ ഫസ്റ്റ് ലെയർ ലൈനിങ് കഴിഞ്ഞ ഉടനെ കൊടുത്താൽ അപ്പോൾ 2-4 പീസിൻ്റെ പീസസും കിട്ടും. പിന്നെ ഇതിൽ എക്സ്ട്രാ ഒരു പീസസ് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് 15 ആക്കിയാൽ മതി. ഉള്ളിലുള്ളത് 15 ആക്കിയാൽ മതി. ഇതും ഫസ്റ്റ് ലെയർ 15 ആണെങ്കിൽ 15 ആണെങ്കിൽ സെക്കൻഡ് ലെയർ 15 മതി, തേർഡ് ലെയറും 15 മതി കേട്ടോ. 1/2 ഇഞ്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മറ്റതിൻ്റെ മുന്നിൽ നിൽക്കും. അപ്പോൾ നമ്മളിത് 26ലാണ് ചെയ്യണമെന്നുണ്ടെങ്കിലും പിന്നെ അപ്പോൾ ഇത് 4 മീറ്റർ തികയില്ല കേട്ടോ. 26ലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 4.5 മീറ്റർ എടുത്താൽ 9 മീറ്റർ ഫ്ലെയർ കിട്ടും. 5 മീറ്റർ ശരിക്കും 24 ഒക്കെ ചെയ്യാൻ മെറ്റീരിയൽ വേണ്ടി വരും. 24 ചെയ്യുകയാണെന്നുണ്ടെങ്കിലും 24 അല്ല 24 ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. 26 ആണ് ഇപ്പോൾ കേട്ടോ. 26 ആണെങ്കിലും 9 ഇഞ്ച് യോക്ക് പാർട്ട് വരും. ആ 9 ഇഞ്ച് കഴിഞ്ഞാൽ ബാക്കി പിന്നെ 17.5 എടുക്കണം. 17.5 ഒരു 17ഉം 5 ഇഞ്ച് ഇതും 5 ഇഞ്ച് ഇതും. അപ്പോൾ ആ ഒരു 10 മീറ്റർ തന്നെ അത്യാവശ്യം നമുക്ക് ഫ്ലെയർ ഇടാണ്ടാവും. പിന്നെ ഈ ഒരു പീസസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ ഇട്ട് കൊടുത്താൽ ഒന്നും കൂടെ പഫി ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫ്രോക്കൊക്കെ ചെയ്യുമ്പം കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു പീസസിൽ എങ്ങനെ ചെയ്തെടുക്കുക, നല്ല ഭംഗിയിൽ ചെയ്തെടുക്കുക, നല്ല ഫ്ലെയറിൽ ചെയ്തെടുക്കുക എന്നുള്ളൊരു മെത്തേഡാണ് കേട്ടോ പറയണത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും സ്കേർട്ട് പോഷൻ എത്ര മെറ്റീരിയൽ വേണം എന്ന് പറയണവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസാക്കി ചെയ്തതാട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കറക്റ്റായിട്ട് കണ്ടാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കമൻറ്റിന് കറക്റ്റായിട്ട് നമുക്കിപ്പോൾ പറഞ്ഞിട്ടൊരു മറുപടി പറയാൻ പറ്റില്ലല്ലോ. അത് എഴുതി കൊടുക്കുമ്പം കറക്റ്റ് ഒരുപാട് എഴുതി കൊടുക്കണ്ടേ. അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 28 ആണെന്നുണ്ടെങ്കിൽ 10 ഇഞ്ച് യോക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 18 ഇഞ്ചാണ് വരുന്നത്. 18.5 ഇഞ്ച് ഫസ്റ്റ് പീസസും സെക്കൻഡ് പീസസ് 18 ഇഞ്ചും. അപ്പോൾ ഇതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 5 മീറ്റർ തന്നെ നമുക്ക് മെറ്റീരിയൽ നിർബന്ധമായിട്ട് വേണം കേട്ടോ. 5 മീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഫ്ലെയർ കിട്ടുള്ളൂ. 8 മീറ്റർ ആണ്, 4 മീറ്റർ ആണെങ്കിൽ ഡബിൾ ആക്കാം. പക്ഷേ വലുതാകും തോറും ഫ്രോക്ക് നീളം കൂടുന്നതിനനുസരിച്ച് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫ്രോക്ക് ഭംഗി കിട്ടുള്ളൂ. അതും കൂടെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതും 19.5 28 ആണെന്നുണ്ടെങ്കിൽ 10 കഴിഞ്ഞാൽ 18.5 അങ്ങനെ. അപ്പോൾ ഏകദേശം ഒരു 6 വയസ്സ് വരെയുള്ള ഫ്രോക്കിൻ്റെ കറക്റ്റ് സ്കേർട്ട് പോർഷൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. ഈ ഹാഫ് ലെങ്ത്ത് ഫ്രോക്കിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ഇതിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഒരു 28 വരെ. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ നമുക്കിതിൻ്റെ ഫുൾ ലെങ്ത്ത് എങ്ങനെയാണോ കണക്കാക്കുക എന്നുള്ള വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ.